കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഉഗ്രരൂപിയായ നരസിംഹത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ശരിക്ക് വാതിൽപ്പടി കയറുമ്പോൾ വലതേ സൈഡിലുള്ള തൂണ് നോക്കിയിട്ട് തൊഴാൻ പറയും. അതുപോലെ തന്നെ അവിടെ അത് കാണില്ല, പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ ഉഗ്രരൂപിയായിട്ട് ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു രൂപത്തോടു കൂടിയ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ നമസ്കരിക്കാൻ വരുമ്പോൾ, അതായത് അനന്തപത്മനാഭനെയൊക്കെ നമസ്കരിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നമസ്കരിക്കുമ്പോൾ, അങ്ങനെ നമസ്കരിക്കുന്ന ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ശരിക്കും ആ ഉഗ്രരൂപിയായിട്ടുള്ള നരസിംഹത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഗുരുവായൂരപ്പന് കാവലായിട്ട് നരസിംഹാവതാരം കൂടി അവിടെ കാത്തിരിക്കുകയാണ് എന്നർത്ഥം. എല്ലാവരെയും കാത്ത് പരിപാലിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അവിടെ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കാണാനുള്ളത്. ഒരു വശത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പടിഞ്ഞാറ് ഭാഗമാണ് ഇപ്പോൾ ഈ കാര്യം. അതേപോലെ ആ താമരക്കണ്ണനെ കണ്ട് തൊഴുത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണൻ്റെ ഒരു കുസൃതി കൂടി കാണാം. അതായത് പശു കിടാവ്, അതേപോലെ പശുവിൻ്റെ ആ കിടാവിനെ തള്ളി മാറ്റിക്കൊണ്ട് ആ കണ്ണൻ്റെ കുസൃതി, അതായത് അമ്മിഞ്ഞ കുടിക്കുകയാണ്. പശുവിൻ്റെ അമ്മിഞ്ഞ മൊത്തി കുടിക്കുന്ന ആ കണ്ണൻ. പക്ഷേ ആ ഒരു കൈ കൊണ്ട് ആ പശുക്കിടാവ് വന്നിട്ട് എൻ്റെ അമ്മിഞ്ഞ തായോ എന്ന് പറയുമ്പോൾ അത് തരാതെ ഇത് ഞാൻ കുടിക്കട്ടെ, എനിക്കാണ് ഈ പാലാവശ്യം എന്ന് പറഞ്ഞ് കുടിക്കുന്ന ആ ഉണ്ണിയനെയാണ് കാണുന്നത്. അപ്പോൾ അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാം. അത് തെക്ക് വശത്തുള്ള ഓവിന് കിഴക്ക് വശത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കാഴ്ച, നമ്മുടെ കുസൃതിക്കണ്ണൻ്റെ ആ ഒരു കാഴ്ച കാണാൻ കഴിയുക. അതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ അതേപോലെ തന്നെ നരസിംഹാവതാരം നമ്മൾ മുകളിൽ കാണുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ, അതായത് നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഭീഷ്മ പിതാമഹൻ്റെ ശരശയ്യ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ആ ശരശയ്യയിലിരുന്നിട്ട് അങ്ങനെ കിടന്നിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കേൾപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. എന്തെന്ത് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇനിയും എത്രയോ കാര്യങ്ങൾ നമുക്ക് ശ്രീകോവിലിന് ചുറ്റും വരച്ച ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ടെന്നറിയോ. അത് എത്ര കണ്ട് പറഞ്ഞാലും അത് പൂർത്തീകരണമാവില്ല. അത്ര തോതിൽ ഉണ്ട്. ഓരോ ഭാഗങ്ങളായിട്ട്, അതായത് ജനിമൃതി അടക്കം അതിലുണ്ട്. ഓരോ ഭാഗങ്ങൾ നമ്മൾ എടുത്തു വരുമ്പോൾ ഒരു പുരുഷായുസ് മുഴുവൻ ആ പ്രയത്നം, അതായത് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ഒക്കെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും അവിടെ വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. അതും വളരെ മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ കാണാൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിൽക്കാൻ പറ്റുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ തിരക്കില്ലാത്ത സമയങ്ങളിലാണ് ഇതൊക്കെ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇനി വരുമ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നല്ല കാഴ്ചയാണ്. നരസിംഹത്തിനെ കാണാം. അതേപോലെ തന്നെ നരസിംഹം ശരിക്കും നമ്മുടെ ശ്രീകോവിലിന് കാവലായിട്ട് തന്നെ ഇരിക്കുന്ന പോലെ തന്നെയാണ്. നല്ല രൗദ്രഭാവത്തിൽ തന്നെയാണ്. അതേപോലെ ഭീഷ്മരുടെ ശരശയ്യ, അതൊക്കെ കണ്ട് മനസ്സ് ഒന്ന് പേടിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കുറുമ്പ് കാണുക. അതും കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ വാസുദേവ ഹരേ.